എഡിറ്റഡ് ചോദ്യം മനസ്സിലായില്ല. ഇന്റിമേറ്റ് സീൻ ഒരു പടത്തിലാകും ഒന്ന് രണ്ട് പ്രാവശ്യം ഇന്റിമേറ്റ് സീൻസ് ഉണ്ടാവും. ആ സീൻ ഈ പടം കാണാത്ത ആൾക്കാർ പോലും ഈ സീൻ മാത്രം എഡിറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് അത്ര വലിയ അഭിപ്രായം ഇല്ല എനിക്ക്. അത് ചെയ്യുന്നത് വളരെ മോശമാണ്. അതെനിക്ക് തോന്നുന്നു കോമൺ സെൻസ് ആണ്. ഇത് പുതിയതല്ല. ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും സർപ്രൈസ്ഡ് അല്ല. അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ടായിരിക്കും അതിന്. അപ്പോ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള കുറെ അനോണിമസ് അക്കൗണ്ട്സും അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത പലവരുണ്ടാവും. അപ്പൊ ആ അക്കൗണ്ട്സിൽ നിന്ന് സൈബർ ക്രൈം എന്ന് പറയുന്ന ആസ് എ ഫീമെയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞങ്ങളെല്ലാം വിറ്റ്നസ് ആണ് അത്. അപ്പൊ അങ്ങനത്തെ എഡിറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു, അത് പകരുന്നു, പിന്നെ ആ വീഡിയോസ് കണ്ടു എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പൊ ഒരു പടത്തിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കാതെ അത് മാത്രം സെല് ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു അതാരും എന്താ പറയാ എൻകറേജും ചെയ്യാൻ പാടില്ല. അതല്ല ആ പടത്തിന്റെ ഞങ്ങളൊരു എല്ലാ പടം, എന്റെ പടം മാത്രങ്ങളല്ല, അങ്ങനത്തെ അതിന്റെ ഒരു സോള് തന്നെ നഷ്ടപ്പെടുകയാണ്. അത് മാത്രം യൂസ് ചെയ്ത് ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് വളരെ മോശമാണ്. ഇതെപ്പം മാറും? അത് മാറണം. അതിന്റെ ആ ഒരു കൾച്ചർ നമ്മൾ ആരും അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. കാണുവാണെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. നമ്മള് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. എനിക്ക് ഐ ആം അഗൈൻസ്റ്റ് ദാറ്റ് ഫോർ ഷുവർ. അതിങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു വെച്ചാലേ, നമ്മൾ പടത്തിൽ ഷൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ പടത്തിൽ നായിക ഷെല്ലി, അപ്പൊ അവരൊരു ഹോട്ട്സ്റ്റാർ ഒരു തെലുങ്കിലൊരു വെബ് സീരീസിൽ അഭിനയിച്ചു. അപ്പൊ അവര് ഇതേപോലെ കുറെ സാധനങ്ങൾ പിന്നെ ഇത് ചെയ്ത സമയത്ത് അവര് ഞാൻ എല്ലാവരും മൊബൈലിലും ഒക്കെ ഇങ്ങനെ കണ്ടുകൊടുക്കുക. അപ്പൊ അവര് എന്നോട് പറഞ്ഞാണ് ഇതിന്റെ ജോലിയാണ്. അതേപോലെ ഇപ്പോ ഗൗരിയുടെ കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആശാവർക്കർമാരുടെ കാര്യം, ഒരു 40 ആളോളം വന്നിട്ട് അവർ 15 വർഷമായി എടുക്കുന്ന ജോലിയാണ് ആശാവർക്കർ. അതൊരാളെ സ്ക്രീനിൽ അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ അതൊരു ആക്ടിങ് ആണ്. ഗൗരി ചെയ്ത ജോലി ഒരാൾക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ഞാനൊരു നടനാണ് അല്ലേ? അപ്പൊ അത് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ ദർശനയുടെ കാര്യം, നമ്മൾ ദർശനം ഫസ്റ്റ് ഡബ് ചെയ്ത് പോയി. അപ്പൊ നമ്മളെ കുറച്ച് നിങ്ങൾ മീഡിയ സുഹൃത്തുക്കളാണ്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വന്ന് പടങ്ങളുടെ പറഞ്ഞു ദർശനയുടെ വോയിസ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരോട് ദർശനമൊക്കെ ഒന്നുകൂടി അവസ്ഥ. അപ്പൊ ദർശനം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം 8 മണി വരെ ആ സ്റ്റുഡിയോയിൽ എടുത്തിട്ട് നമ്മളെ ഡയറക്ടറും പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് നാഗരാജും അർജുൻ എല്ലാം എടുത്തിട്ട് ഒരു ഒറ്റ ഇതിന് ഈ കുട്ടി ചെയ്യുകയായിരുന്നു. അത് ആ ജോലിയോടുള്ള അവർ ജോലി ചെയ്തു. ബാക്കിയില്ല ഇങ്ങനെ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഇത് ചെയ്യാൻ പാടില്ല എന്റെ ഒരു റിക്വസ്റ്റ് അല്ലേ? കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യില്ല. അപ്പൊ ഇവരെ ഫീൽ ഇവര് ജോലി ചെയ്ത് പോകുന്നത്. ഞാൻ ഇത്ര വലിയ ആളല്ല, ഞാൻ പറഞ്ഞു.